ഗായ്സ്, ലിബിസറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്പ്രേ പെയിൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് സ്പ്രേ പെയിൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കാം. പിന്നെ ഇത് സാനിറ്റൈസറിൻ്റെ അതാണ് സാനിറ്റൈസറിൻ്റെ അല്ലെങ്കിലും സ്പ്രേൻ്റെതായാലും മതി. പിന്നെ ആ കുപ്പിൻ്റെ മൂടി അതിൻ്റെ ഇവിടെ ഞാൻ ചെറിയൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാൾ ട്യൂബാണ്. ഇത് ട്യൂബിൽ തന്നെ ഉള്ളതാണ്, അതിനെ മുറിച്ചെടുത്താണ്. പിന്നെ വേണ്ടത് ഫ്ലഷ് ക്വിക്കോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫ്ലഷ് ക്വിക്കോ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വാൾ ട്യൂബ് എന്താക്കാമെന്ന് വിചാരിച്ചാൽ, ഇവിടെ ഞാനിപ്പോൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിനി ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ട് കാണിച്ചിടാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തിയിടാം. എന്നിട്ട് ഈ ഹോളിലോട്ട് അത് എടുക്കണം കേട്ടോ, വാൾ ട്യൂബ്. ഈ ഹോളിലോട്ട് വാൾ ട്യൂബ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ വാൾ ട്യൂബ് പുറത്തോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലിക്കാം, ശേഷം ടൈറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലഷ് ക്വിക്കോ ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലഷ് ക്വിക്കോ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഫ്ലഷ് ക്വിക്കോ വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം ഗ്ലൂ ഗണ്ണും വെച്ച് ഒട്ടിക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എയർ പുറത്തോട്ടൊക്കെ പോകാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്ക് ഉണങ്ങും. ഗൈസ്, ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ സാനിറ്റൈസറിൻ്റെ ഇതെടുക്കാം. പിന്നെ ആ കുപ്പീൻ്റെ മൂടി എടുത്തിട്ട് ഇതിലൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗം കയറുന്ന വിധത്തിലുള്ള ഹോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഹോളിലേക്ക് ഇത് കയറ്റി കൊടുത്തതിന് ശേഷം ആടെ ഫ്ലഷ് ക്വിക്കോ വെച്ച് ഒട്ടിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലഷ് ക്വിക്കോ ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഒടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് ഇവിടെ നമുക്ക് ഫ്ലഷ് ക്വിക്കോ വെച്ചെടുക്കാം. പിന്നെ അവിടെ ഫ്ലഷ് ക്വിക്കോ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലും പിന്നെ ഇവിടെയും ഗ്ലൂ ഗണ്ണ് കൊണ്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ള് നല്ല സീലായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല വൃത്തിക്ക് നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എയർ പുറത്തോട്ടേക്ക് പോകാനേ പറ്റില്ല. ഗൈസ്, നമുക്കിനി അത് ഫുള്ളി നമ്മൾ ഒട്ടിച്ചെടുത്തതിന് നമുക്ക് ഇതിലേക്ക് കളറും ഞാൻ ഫുഡ് കളറും വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കുന്നതിന് അങ്ങനെ ഒഴിച്ചെടുത്തതിന് ശേഷം പമ്പ് വഴി ഇതിൽ കാറ്റ് നിറക്കണം. എന്നിട്ട് കാറ്റ് നിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്പ്രേ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ പച്ച കളറ് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ സാനിറ്റൈസറിൻ്റെ ഞാൻ എക്സ്ട്രാ വേറൊരു ഇതേപോലത്തെ ഒരു പൈപ്പ് എടുത്തിട്ട് ചെറിയ ഈ പൈപ്പ് എക്സ്ട്രാ വെച്ചതാണ്. ഇത്ര നീളമില്ല സാനിറ്റൈസറിൻ്റെ ഇതിന്. അപ്പോൾ നമുക്ക് അടുത്തത് ഇത് വെച്ചിട്ട് മൂടാം. നല്ല ടൈറ്റായിട്ട് മൂടാം. മൂടിയതിന് ശേഷം നമുക്ക് ഇതിലിനി കാറ്റ് പമ്പിനെ കൊണ്ട് കാറ്റടിച്ച് ഇതിനോട് നിറക്കണം. ഗൈസ്, നമ്മളെ സ്പ്രേ പെയിൻറ് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് അടിച്ചിരുന്നത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ
ഇനി ഞാൻ മതിൽ മേടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഓവർ കാറ്റ് നിറക്കാൻ പാടില്ല. ഓവർ കാറ്റ് നിറച്ചാൽ ചില സമയത്ത് കുപ്പി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നിറക്കാം. കുപ്പി പൊട്ടിക്കാൻ പ്രശ്നമാവും. ഇതിൽ നിന്ന് പോകുന്ന നോക്കൂ. സാനിറ്റൈസർ ആണെങ്കിൽ 1 ഡ്രോപ്പ് അങ്ങനെ വരൂ. നമ്മൾ എയർ നിറച്ചുകൊണ്ടാണ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ.